ഇന്ന് പുലർച്ചെയാണ് വെള്ളനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി ഇൻചാർജ് ആയിരുന്ന അനിൽകുമാറിനെ വീടിന് മുന്നിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഇയാൾ സസ്പെൻഷനിലായിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ആയിരുന്നു. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വന്ന സമയത്താണ് അനിൽകുമാറിനെ ഇവിടെ നിന്ന് സസ്പെൻഡ് ചെയ്ത് അടുത്ത വർഷം മെയ് വരെ മാത്രമേ സർവീസ് കാലാവധിയുള്ളൂ. അതിനു മുമ്പ് തിരികെ കയറ്റണമെന്ന് പല തവണ ഇദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ ഇദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇതിന്റെ ഭാഗമായി ഇദ്ദേഹത്തെ തിരികെ ജോലിയിൽ കയറ്റുന്നതിന് വേണ്ടി വെള്ളനാട് ശശി പണം ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായി 5 ലക്ഷം രൂപ സമീപകാലത്ത് വെള്ളനാട് ശശിക്ക് വീട്ടിൽ വെച്ച് കൈമാറിയെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. വെള്ളനാട് ശശിയായിരുന്നു അവിടുത്തെ പ്രസിഡന്റ്. അയാളും കൂടെ ചേർന്ന് കൊടുത്ത ലോണുകളെല്ലാം പിന്നെ ചേട്ടന്റെ തലയിലാക്കി വെച്ചു കൊടുത്ത് വീട്ടില് പൈസ വേണമെന്ന് പറഞ്ഞു 7 ലക്ഷം രൂപ ചേട്ടൻ കൊടുത്തു. വെള്ളനാട് ശശി ഈ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ സെക്രട്ടറി ഇൻചാർജ് ആയിരുന്നത് ഇന്ന് ആത്മഹത്യ ചെയ്ത അനിൽകുമാർ ആയിരുന്നു. ഈ കാലഘട്ടത്തിലാണ് ഇവിടെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട പലരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങിയതായി അറിയുന്നത്. ആ പണം വാങ്ങിയത് മാത്രമല്ല, പലരെയും ലോൺ എടുപ്പിക്കുകയും ചെയ്തു. ഈ ലോൺ എടുത്ത പണം ഒന്നും തന്നെ ബാങ്കിലേക്ക് തിരികെ വന്നിട്ടില്ല. ഇത് കാരണം ഇവിടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്നു. ഇതുകൊണ്ടാണ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അനിൽകുമാറിനെ നിലവിൽ ഈ ബാങ്കിലെ ജോലിയിലേക്ക് തിരികെ പ്രവേശിപ്പിക്കാത്തത്. പക്ഷേ ഇതിനെല്ലാം ഉത്തരവാദി വെള്ളനാട് ശശി, ഈ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന വെള്ളനാട് ശശി എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നത്. അയാളുടെ അഴിമതി കൊണ്ട് പൊറുതിമുട്ടി തന്നെയാണ് അയാൾ അവസാന കാലത്ത് പാർട്ടി പുറത്താക്കിയതും. അഭയം തേടി ചെന്നത് ഈ സഹകരണ ബാങ്കിലെ ക്രമക്കേടുകൾ മായ്ച്ചു കളയാൻ വേണ്ടിയാണ് അയാൾ CPM ചേർന്നു എന്നുള്ള വ്യക്തമായ ഒരു തെളിവും കൂടിയാണിത്. ഈ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. നിയമനവുമായി ബന്ധപ്പെട്ട് പലരുടെയും കയ്യിൽ നിന്ന് പണങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇതാരാണ് ഈ പണം വാങ്ങിയത്, ഈ പലരുടെയും കയ്യിൽ നിന്ന് വാങ്ങിയ പണം എങ്ങോട്ടേക്കാണ് പോയത് എന്നുള്ള കാര്യമൊക്കെ തന്നെ ഇനി വ്യക്തമായ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. അനുപമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.